ഓ, അഖിൽമാരാറേ പുതിയ വണ്ടി എടുത്തെന്ന് പറഞ്ഞുകൊണ്ട് ഇതേ വീഡിയോ. റേഞ്ച് റോവർ എടുത്തു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇറങ്ങി വന്നിട്ട് പറഞ്ഞത് പൈസ ഇല്ല, പൈസ കിട്ടിയില്ല, ബൈക്ക് വിറ്റു ഇലക്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ പുതിയ ബിഗ് ബോസിൽ നിന്ന് എത്രയോ ലക്ഷം കിട്ടി. അത് കഴിഞ്ഞിട്ട് അതൊക്കെ അങ്ങ് ചിലവായി പോയി. ആരാണ്ടൊക്കെ വയ്യായിരുന്നു, എന്തൊക്കെയോ പറയുന്നു. അതിന് ഇപ്പോൾ പോയി റേഞ്ച് റോവർ എടുക്കുക. എനിക്ക് എന്താ വിലയൊന്നും എനിക്കറിയത്തില്ല. ഈ ലക്ഷറി കാറിൻ്റെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വിലയൊന്നും എനിക്കറിയാവുന്ന ആളൊന്നുമല്ല. ഞാൻ കാണാറുണ്ട്, വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട്, എല്ലാത്തരം വണ്ടിയും കയറിയിട്ടുണ്ട്. കുവൈറ്റിലൊക്കെ വണ്ടിക്കകത്ത് കയറാൻ പറ്റില്ല. എനിക്ക് ഇതിനകത്ത് ഇരുന്നിട്ട് പ്രത്യേകത ഒന്നും അങ്ങനെ തോന്നിയൊന്നുമില്ല. പിന്നെ അങ്ങനത്തെ ഒരു മാർഗ്ഗ സ്പീഡ് വണ്ടി ഓടിക്കുക, എൻ്റെ ആവശ്യങ്ങൾക്കുള്ള വണ്ടിയൊക്കെ എൻ്റെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്തിരി കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കാറുമില്ല. എനിക്കറിയത്തില്ല ഇതിൻ്റെയൊക്കെ മൊത്തം ഫീച്ചേഴ്സ് എന്താണെന്ന് എനിക്കറിയത്തില്ല. അതുപോലെ ഈ ബൈക്ക്, BMW ബൈക്ക് എല്ലാം ഞാൻ ഓടിച്ചിട്ടുണ്ട്, പല കൂട്ടുകാരുടെയും, അല്ലാതെ വേറെ പല സെറ്റപ്പിലൊക്കെ. അല്ലാതെ ഇതൊന്നും മേടിക്കാനുള്ള ഒന്നാമത് പൈസ കിട്ടിയാലും അങ്ങനെയല്ല യൂട്ടിലൈസ് ചെയ്യുന്നത്, വേറെ തരത്തിൽ ആണ്. അതുകൊണ്ട് ഇത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കാറില്ല. എനിക്കിങ്ങനെ വണ്ടി പോകുന്നത് കണ്ടാലോ അതൊന്നും എനിക്ക് വലിയ താല്പര്യമില്ലാത്ത വിഷയമായതുകൊണ്ട് ഭയങ്കര വണ്ടി പോയി. മോഹൻലാൽ എന്നൊക്കെ പറയുമ്പോൾ ഇവന്മാർ വെക്കുന്ന പോലെ ഞാൻ വെക്കാറില്ലല്ലോ. ഇതിന് പല സാധനങ്ങളും ഫോണിൻ്റെ കേസിലാണെങ്കിലും ഈ ഐഫോൺ ഭയങ്കരമാണെന്ന് പറഞ്ഞാൽ ഞാൻ ആൻഡ്രോയിഡ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇത് ഇവിടെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഐഫോൺ കുറച്ച് നാളായിട്ട് എൻ്റെ ഇരിക്കുമ്പോൾ ഞാനത് വെച്ച് ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും ഷൂട്ട് ചെയ്യാറുണ്ട്. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഒരു ഐഫോണിനകത്താണ്. ഇതാണ് വ്യത്യാസം, അതെൻ്റെ അല്ല. അത് വെറുതെ വെച്ചിട്ട് പോയത് ഞാൻ ഇടയ്ക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഉപയോഗിക്കുക, അല്ലാതെ അതിനകത്ത് ഈ ഫോൺ കൊണ്ട് ഇറങ്ങി നടക്കാറുണ്ട്. എനിക്ക് വേണേൽ എടുത്തുകൊണ്ട് നടക്കാം, പക്ഷേ എനിക്ക് താല്പര്യമില്ല, ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അത് എടുക്കാറ് പോലുമില്ല. ഐഫോണിനകത്ത് എന്തോ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല അത് എന്തുവാണ്. എനിക്കൊരു ആവശ്യം വന്നിട്ടില്ല. ഇത്രയും കൊല്ലം കഴിഞ്ഞ 10, 12, 13 വർഷമായിട്ട് വീഡിയോ ഇട്ടിട്ട് ഇന്നേ വരെ ഞാൻ ഐഫോൺ ഉപയോഗിച്ച് വീഡിയോ ഉണ്ടാക്കി എന്തോ പ്രത്യേകത സൃഷ്ടിച്ചിട്ടൊന്നുമില്ല. എല്ലാ ആൻഡ്രോയിഡിൽ മറ്റേ സാംസങ്ങിൻ്റെ ഫോണെല്ലാം വേറെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. പറഞ്ഞു വന്ന കാര്യം എന്ന് പറയുന്നത്, ഇവൻ വീണ്ടും ആളെ പറ്റിക്കുക. എനിക്ക് തോന്നുന്നു ഈ ഇൻ്റർവ്യൂവിനൊക്കെ പോയപ്പോൾ കുറച്ച് പൈസ നല്ലപോലെ ഞാൻ മേടിച്ചിട്ടാണ് പോയി ഈ ഊള കളിച്ചേക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ അവിടെ നടന്നത് ഒരു ഡ്രാമ ആവാൻ ചാൻസ് ഉണ്ട്. ആ ചാനലുകാർ ഇവൻ ഈ റേറ്റിംഗ് കൂടുന്നതിനനുസരിച്ചോ വ്യൂവിനനുസരിച്ചോ അല്ലെങ്കിൽ ഇതുകൊണ്ടുണ്ടാക്കിയ ഇമ്പാക്റ്റ് വെച്ചിട്ട് എന്തോ കോൺട്രാക്ട് വെച്ച് 2-3 ലക്ഷം രൂപയെങ്കിലും കൊടുക്കാൻ ചാൻസ് ഉണ്ട്. പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ അതിന് കൂടാതെ വേറെ പല പരിപാടികളും ഇപ്പോൾ പിടിച്ച് കാണും. ബിഗ് ബോസിനകത്ത് അഡ്വാൻസ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ സെറ്റാക്കി എടുത്തതായി കണ്ടത്. നെഗറ്റീവ് പബ്ലിസിറ്റി, എനി പബ്ലിസിറ്റി ഈസ് ഗുഡ് പബ്ലിസിറ്റി എന്നാണ് മനസ്സിലാകുന്നത്. അത് പൊതുജനത്തിന് മനസ്സിലാകത്തില്ല. അല്ലാതെ ഇവിടെ വേറെ ബിസിനസ്സൊന്നും നടന്നിട്ടില്ല കണ്ടിട്ട്. അപ്പോൾ അതൊന്ന് മൂപ്പിച്ച് ബിഗ് ബോസിനകത്തോട്ട് എന്തോ രണ്ട് പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. അതിനകത്ത് രഞ്ജിനി ദാസിനും കൂടെ വരുന്നത്. അപ്പോൾ രഞ്ജിനി നേരത്തെ പോയി മറ്റേ കോക്രോച്ച് പാർട്ടിയുടെ പരിപാടിക്ക് തന്നെ ഇറങ്ങിയതും കുറേ ഡയലോഗ് അടിച്ചത് ഇതിനിടെ കിടന്ന് മെഴുകിയതൊക്കെ എന്തിനാണെന്ന് ചോദിച്ചാൽ ഇതൊക്കെ തന്നെ. മോഹൻലാലിൻ്റെ മോൾ വിസ്മയ, അതിൻ്റെ പേരെന്താണ്, ആ കൊച്ചും കോക്രോച്ച് പാർട്ടിയുടെ പരിപാടി വന്നപ്പോൾ ഇളകി ചെന്ന് ഞാനൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ അതിന് രാഷ്ട്രീയത്തിൽ അത് ചർച്ചയാവുന്ന സിനിമ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് സിനിമ ഇനി വരത്തില്ല. ഇനി എന്ത് നടന്നാലും അറിയത്തില്ല. ഇത്രയും 10-35 കൊല്ലമായിട്ട് ആ പെങ്കൊച്ചു ഇവിടെ ജീവിച്ചിട്ട് ആദ്യമായിട്ടാണ് പ്രൊട്ടസ്റ്റ് കാണുന്നതെന്ന് പറഞ്ഞാൽ അതൊക്കെ വൻ കോമഡിയാണ് കേട്ടോ. സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് എന്തൊക്കെ ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അങ്കിൾമാരൊക്കെ പറഞ്ഞു കൊടുത്തതാണ്, മോളെ വേണ്ട പ്രൊട്ടസ്റ്റുമായി ഒരു വെപ്പ് വെക്ക്, ഇവിടെയുള്ള മണ്ടന്മാരാണ്, ഇവർ തമ്മിൽ തല്ലിക്കോളും, നമുക്ക് നമ്മുടെ കച്ചവടം നടക്കണം. ഇപ്പോൾ ഫെയിം പെട്ടെന്ന് തന്നെ എന്തൊക്കെയോ നിലപാടുള്ളൊരു പെണ്ണാണ്, മറ്റാണ് മറിച്ചാണെന്ന് പറഞ്ഞാൽ അതിന് 35 വയസ്സുണ്ടെന്ന്. അത് ഇത്രയും കൊല്ലമായിട്ട് അതിന് ഹ്യൂമാനിറ്റിയും പ്രൊട്ടസ്റ്റും ഒന്നും അറിഞ്ഞില്ല എന്നൊക്കെ പറയുന്നത് ഒരു അബദ്ധമാണ്. അപ്പോൾ അത് പറയേണ്ട സമയമായപ്പോൾ പറഞ്ഞാൽ. അതുപോലെ എല്ലാവരും ഈ ഒരു സമരം പോലും മുതലെടുത്ത ആൾക്കാരെ ഇവരൊക്കെ. അന്ന് അഖിൽമാരാർ എന്താ പറയുന്നത്, അഖിൽമാരാർ അത് കഴിഞ്ഞാൽ വരുന്നത് ഇങ്ങനത്തെ കുറേ നമ്പറൊക്കെ ആയിട്ട് അവൻ വരുന്നു, BJP എതിർത്ത് പറയുന്നു, എല്ലാത്തിനും ഇത് കോളമാക്കുന്നു, അറ്റൻഷൻ എടുക്കുന്നു, ഓക്കെ അടുത്ത പരിപാടി നടത്തുന്നു. അപ്പോൾ അതിൻ്റെ അഡ്വാൻസ് ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ ഒരു റേഞ്ച് ഓവറിന് അഡ്വാൻസും കൊടുത്ത് EMI സംഭവം എടുത്തിട്ടുണ്ട്. ഇത് വെച്ചുകൊണ്ട് ഇനി കുറച്ചാൾ കറങ്ങി നടന്ന് ഷോ കാണിക്കും. ഇതൊരു പ്രത്യേകതരം ബിസിനസ്സാണ്, സംഭവം കൊള്ളാം. ആ കാര്യത്തിൽ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അഖിൽമാരാറിന് ഇവിടെ നിലപാടില്ലെന്നോ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിലപാടില്ലായ്മയാണ് എൻ്റെ നിലപാടെന്ന് പറയുന്നത് കുറച്ച്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടില്ലേ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്, മനസ്സിലായില്ലേ, അരി മേടിക്കാനാണ് എന്ന് പറയുന്ന പോലെ എല്ലാം ഇതിന് വേണ്ടിയിട്ടാണ്. ഇത്രയും അവർ ഉദ്ദേശിക്കുന്നുണ്ട്. അതിനിപ്പോൾ സ്വയം നാറിയാൽ എന്താ, നാണം കെട്ടാൽ എന്താ, എന്ത് കള്ളം പറഞ്ഞാൽ എന്താ, നിലപാടില്ലെന്ന് പറഞ്ഞാൽ എന്താ, പൈസ കിട്ടുന്നുണ്ടോ, അത് മതി. കാരണം ഈ പറഞ്ഞ ആളുകൾക്കൊക്കെ അതിൻ്റെ ആവശ്യമാണ്. ഇവർക്കല്ലേ ഇതേ ഉള്ളൂ, വേറെ ഒരു സാധനം ഇവർക്കില്ല. ഈ പൈസ 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 എന്നൊരു പരിപാടിയെ ഇതുവരെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഈ യൂട്യൂബർ, ഇമാതിരി ഫെയിമുള്ള ആൾക്കാർ ഇവർ കാണിക്കുന്നില്ല കണ്ടില്ല, അത് മേടിച്ച് ഇത് മേടിച്ച് മറ്റേ മേടിച്ചെന്ന് പറഞ്ഞ് നടക്കുക. എനിക്കറിയത്തില്ല, അങ്ങനെ ഒത്തിരി പേര് പണ്ടുണ്ട്. ഈ ജാടയും നമ്പറും കോഴ്സും അല്പത്തരവും അല്പന്മാരായിരിക്കും, ഭയങ്കര അല്പത്തരമാണ്. എന്തെങ്കിലും ഒരു ഇച്ചിരി കിട്ടിക്കഴിഞ്ഞാൽ അതോട് ഇങ്ങനെ നടക്കുക, മനസ്സിലായോ. എല്ലാവരുടെയും ജീവിതത്തിൽ പൈസ കിട്ടിയിട്ടുണ്ട്, എല്ലാവരും പല രീതിയിൽ പൈസ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് പൊക്കി പിടിക്കണമെങ്കിൽ അല്പന്മാരില്ല, നാട്ടിലെ പുത്തമ്പണക്കാരെന്നൊക്കെ പറഞ്ഞാൽ ഐറ്റം ഇതൊക്കെ. അത് ഈ ബിഗ് ബോസിലേക്ക് കൊടുക്കുന്ന അങ്ങനെ ഫെയിം ആക്കി വെച്ചിട്ട് കുറച്ച് ഇങ്ങനത്തെ ബിസിനസ് ഉദ്ഘാടനം തരിക ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ പോകും. ഏത് രീതിയിലും പൈസ ഉണ്ടാക്കാൻ മടിയൊന്നും കാണത്തില്ല. അതെങ്ങനെയൊക്കെ ഓരോരുത്തർ ഓരോ രീതി കാണിക്കുന്നുണ്ടല്ലേ, അതാണ് അതിൻ്റെ ഒരു കാരണം.